ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു എഗ്ഗ് പപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് ഇഡലി തട്ടി വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഗ്ഗ് പപ്സ് ഉണ്ടാക്കാൻ നോക്കാം. ഇത് നമ്മൾ മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദമാവ് ഇട്ട് കൊടുത്തു. 250 ml കപ്പിനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് മെഷർമെൻറ്റ് കപ്പിന് വേണ്ടിയിട്ട് എടുക്കാം, ഗ്ലാസ്സിൽ വേണ്ടിയിട്ടും നമുക്ക് എടുക്കാം. 1 കപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. 1 കപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു 3 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യ് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഓയിൽ തന്നെ ഉപയോഗിച്ചാൽ മതി. ആ 2 ടീസ്പൂൺ നെയ്യ് എടുത്തതിന് പകരം 2 ടീസ്പൂൺ ഓയിലും കൂടെ അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ 5 ടീസ്പൂൺ ഓയിലാവും. അതിനുശേഷം നമുക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് എന്തായാലും വേണം. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന രീതിയിലാവണം. അപ്പം ഞാൻ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ മാവിനെ കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിൽ കുറച്ച് നെയ്യ് തേച്ചിട്ട് നമ്മൾ ഈ മാവ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം. അതൊരു 15 മിനിറ്റ് നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി നമ്മളെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വലിയ സവാള എടുത്തു, കനം കുറച്ചരിഞ്ഞ്, ഒരു ചെറിയ തക്കാളിയുടെ പകുതി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു തക്കാളിയുടെ ചെറിയൊരു കഷ്ണമാണ്, അധികം പുളിയില്ലാത്ത ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. അതിന് വേണ്ടി നമ്മളൊരു പാൻ വെച്ചു. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്തതിന് ശേഷം നമുക്ക് പച്ചമുളക് കൂടെ ചേർക്കാം. ഒരു കറിവേപ്പില ഒന്നിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറണ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സവാള ഇപ്പോൾ നന്നായിട്ട് വഴന്നു. ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് വീഡിയോയിലില്ല. 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു, അതും വീഡിയോയിലില്ല. ഇനി നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. നമ്മൾ മാവ് 5 ബോളുകളാക്കി എടുത്തു. ആ മാവിനെ അതിൽ ഓരോ ബോളും എടുത്ത് നന്നായിട്ട് പരത്തിയെടുക്കുക. അധികം ഷേപ്പൊന്നും വേണ്ട, ഒരുവിധം തിന്നായിട്ട് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തണ പോലെ തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒന്നിങ്ങനെ പരത്തിയെടുത്തു. അതിൻ്റെ മേലെ കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും തേച്ച് കൊടുക്കാം. ഇത് കുറേശ്ശെ പൊടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് നെയ്യോ വെളിച്ചെണ്ണയോ തേച്ച് കൊടുക്കണം. കുറേശ്ശെ പൊടി നമുക്ക് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഇതെല്ലാം ഓരോന്നും പരത്തിയിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നെയ്യ് പുരട്ടുക, പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ 5 നമ്മൾ അങ്ങനെ വെച്ച് കൊടുത്തു. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ 5 എണ്ണം ഒരുമിച്ച് ഇങ്ങനെ പരത്തിയെടുക്കണം. അധികം ബലം കൊടുക്കാണ്ട് നമ്മൾ മെല്ലെ ഇങ്ങനെ പരത്തിയെടുക്കണം.
കട്ടി ഉണ്ടാവാം, അധികം എല്ലായിടും ഒരേപോലെ ആവണം, സെൻറ്ററിൽ ഇങ്ങനെ കട്ടി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നമ്മളെല്ലാതും നന്നായിട്ട് പരത്തിയെടുക്കാം. പരത്തിയതിന് ശേഷം നമുക്ക് ഈ 4 സൈഡ് ഒന്ന് കട്ട് ചെയ്യണം, ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. നാല് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്യാം നമുക്ക്. എന്നിട്ട് പിന്നെ നമുക്കിങ്ങനെ വിലങ്ങനെയും കൂടെ ഒന്ന് കട്ട് ചെയ്യാം. ഇപ്പം 4 കഷ്ണമായി, നമുക്ക് ഒരു കട്ടും കൂടെ കൊടുക്കാം. ഇനി നമുക്ക് ഈ ഓരോ കഷ്ണങ്ങളും ഒന്നും കൂടെ ചെറുതായിട്ട് പരത്തിയെടുക്കണം. ഓരോ കഷ്ണം ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം ഇനി ചെറുതായിട്ട് നമുക്കിതിനെ ഒന്നും കൂടെ പരത്തിയെടുക്കാം. നമ്മളെ മസാലയും നമ്മുടെ മുട്ടയുടെ കഷ്ണം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഇതിനുണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടെ ഇങ്ങനെ കുറച്ചും കൂടെ പരത്തി കൊടുക്കുന്നുണ്ട്. പരത്തിയതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മസാല വെച്ച് കൊടുത്തു. അതിൻ്റെ മേലെ നമുക്ക് എഗ്ഗ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ 2 സൈഡാണ് മുട്ടിക്കേണ്ടത്, ഈ 2 സൈഡും. ഇതേപോലെ നമുക്ക് എല്ലാതും അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ചെയ്യണ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിണ്ടാവില്ല, കോണോട് കോണൊന്ന് മുട്ടിച്ച് കൊടുത്താൽ മതി, എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതേപോലെ എല്ലാം ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പപ്സിൻ്റെ മേലെ തേക്കാൻ വേണ്ടി ഒരു മുട്ട വേണം നമുക്ക്. അപ്പോൾ ഒരു മുട്ടേനെ പൊട്ടിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അത് നമ്മൾ അതിൻ്റെ പപ്സിൻ്റെ മേലെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇഡ്ഡലിത്തട്ടിലാണ് വെക്കണേന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ ഇഡ്ഡലിത്തട്ടിൽ നന്നായിട്ട് വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും പുരട്ടി കൊടുക്കുക എല്ലാ സൈഡിലും നന്നായിട്ട് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഓരോ പപ്സ് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തത് തേച്ച് കൊടുക്കണം. അപ്പോൾ 4 വെക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 4 ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്തത് അത് ഇതിൻ്റെ മേലെ തേച്ച് കൊടുക്കുകയാണ്. കുറേശ്ശെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. നമുക്ക് ഒരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണേ. ഇനി നമ്മളൊരു അടി കട്ടിയുള്ള പാത്രം ചൂടാക്കാൻ വെച്ചു. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചെറിയൊരു പാത്രം വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെയാണ് നമ്മൾ ഇഡ്ഡലിത്തട്ട് വെക്കണേ. ഇതൊരു 6-7 മിനിറ്റ് നന്നായിട്ട് ചൂടാവണം. ഈ പാത്രം നമുക്ക് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇതിലേക്കാണ് നമ്മൾ ഇഡ്ഡലിത്തട്ട് വെച്ച് കൊടുക്കണേ. ഇത് നമ്മൾ പാത്രം ഇപ്പം നന്നായി ചൂടായി. ഇനി നമ്മൾ ഇഡ്ഡലിത്തട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്കൊരു 25 മിനിറ്റ് ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം. ചെറിയ സിമ്മിലിട്ടിട്ട് വേണം നമുക്കിത് വേവിക്കാനേ. ഇപ്പോൾ ഇതാ നമ്മുടെ 25 മിനിറ്റായി. ഇപ്പോൾ നമ്മുടെ എഗ് പപ്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടെ ബ്രൗൺ കളർ വേണമെങ്കിൽ ഒന്നും കൂടെ മറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടെ റെഡി വെച്ചാൽ മതി. ഇത് നമ്മുടെ എഗ് പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്കും ചെയ്യണം.